ഹായ്. അപ്പോൾ നമ്മുടെ റീൽ എഡിറ്റിങ്ങിൻ്റെ ഡേ 2ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഞാനിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അത് ഓൾറെഡി നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓട്ടോ സേവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കിയിട്ടുള്ള അതേ സെയിം വീഡിയോ ആണ്. ഈ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് മുകളിൽ മാത്രമാണ് അല്ലേ. ഇനി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് മെയിൻ പോയിന്റ്സ്. എങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റുകൾ എങ്ങനെ ആഡ് ചെയ്യാം, ഒന്നിൽ കൂടുതൽ വീഡിയോസ് എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ലെസണിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഐസ് ഓൺ ദ പ്രൈസ് എന്ന് കൊടുത്തല്ലേ, അത് മുകളിലാണ് കൊടുത്തത്. അപ്പൊ ഇതില് നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് പലയിടത്തേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ജംഗിൾ ബീസ്റ്റ് തീമിൽ ക്ലിക്ക് ചെയ്തു, ഐസ് ഓൺ ദ പ്രൈസിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ടെക്സ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരാം. ഈ താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്ക്രീനിൽ ഒരു യെല്ലോയില് കുറച്ച് എന്തൊക്കെ വരുന്നില്ലേ, ഒരു ബോർഡർ ആയിട്ട് റൈറ്റ് സൈഡിലും താഴത്തുമായിട്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ മുകളിലേക്ക് വേണം നമ്മൾ എപ്പോഴും ടെക്സ്റ്റ് വെക്കാൻ. കാരണം നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ലൈക്ക്, കമന്റ്, ഷെയർ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കംഫർട്ടായിട്ട് നമ്മുടെ ഓഡിയൻസിന് ടെക്സ്റ്റ് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചു അല്ലേ. ഇനി എനിക്ക് ഒരു ടെക്സ്റ്റും കൂടെ എടുക്കണം, മുകളിൽ വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഓൾറെഡി ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ നിങ്ങൾ കുറേ ഐക്കൺസ് കണ്ടില്ലേ, സ്പ്ലിറ്റ്, എഡിറ്റ്, ടെക്സ്റ്റ് ടു സ്പീച്ച്, ഒപ്പാസിറ്റി, ഡിലീറ്റ്, അത് കഴിഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യും, ഒന്നും കൂടെ കോപ്പി ആയിട്ട് വരും, അതിന്റെ സെയിം ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെയിം ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഒന്നിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ താഴെ സ്പ്ലിറ്റ് കഴിഞ്ഞിട്ട് എഡിറ്റ് കണ്ടില്ലേ, ഈ എഡിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പൊ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എം ഹീറോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് കൊടുത്തു. അപ്പൊ ഈ ടെക്സ്റ്റ് ഞാൻ ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അല്ലെ, ഫോണ്ട് മാറ്റണമെങ്കിലും ടെക്സ്റ്റ് കളറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഐ എം ഹീറോ എന്ന് പറഞ്ഞ് ഞാനിവിടെ ജസ്റ്റ് കൊടുത്തു, റെഡ് ആയിട്ടൊക്കെ കൊടുത്തു. ഓക്കെ, അപ്പൊ എനിക്കത് മതി, അത് മതി. ഓക്കെ, ഇവിടെ ഡൺ കൊടുക്കുക. ഈ ടെക്സ്റ്റ് നേരെ എന്ത് ചെയ്യുക, ഓൾറെഡി സെലക്ട് ആയതുകൊണ്ട് മുകളിലേക്ക് എനിക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഐ എം ഹീറോ. ഇനി ഈ ടെക്സ്റ്റ് എനിക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ ടെക്സ്റ്റിന്റെ ചുറ്റും നിങ്ങൾ കണ്ടില്ലേ, ഒരു വൈറ്റ്, ഒരു യെല്ലോ ഒരു ബോക്സ് കണ്ടില്ലേ, ആ ബോക്സിന്റെ രണ്ട് കോർണറുകൾ, താഴെയുള്ള കോർണറിലും മുകളിലുള്ള കോർണറും കൂടി രണ്ട് വിരലുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടില്ലേ, വലിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ വലിക്കുന്ന സമയത്ത് ഒരിക്കലും തിരിഞ്ഞു പോകരുത്, കറക്റ്റ് ആയിട്ട് വലിക്കണം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ അലൈൻ ചെയ്ത് സെന്റർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് ടെക്സ്റ്റുകളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, രണ്ട് ടെക്സ്റ്റ് ഉണ്ട് അല്ലെ, താഴെയും മുകളിലും ഞാൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണം തോന്നുക, കളർ മാറ്റണം. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഐ എം ഹീറോ എന്നുള്ളതിന്റെ കളർ മാറ്റാൻ താഴെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് കളറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വൈറ്റ് ആക്കുക, എന്നിട്ട് ഡൺ കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ താഴത്തെ ടെക്സ്റ്റ് നിങ്ങൾക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം, ഐസ് ഓൺ ദ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എഡിറ്റിംഗ് ട്രാക്കിൽ താഴെ കാണാം, അത് സെലക്ട് ചെയ്യാം, എഡിറ്റിൽ പോവുക, എന്നിട്ട് നിങ്ങളുടെ കളർ എടുക്കുക, വൈറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് രണ്ട് കൊടുക്കുക. അപ്പൊ രണ്ടും കളർ മാറി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഒരേ ട്രാക്കിൽ കാണുന്നുണ്ട്. ഇത് കാണാലോ അല്ലെ, ജസ്റ്റ് വെയിറ്റ്, കണ്ടില്ലേ, എൻഡ് മുതൽ, സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു 9 സെക്കൻഡ് കണ്ടില്ലേ, 16 സെക്കൻഡ് വീഡിയോ ആണ്, അതിൽ 9 സെക്കൻഡ് അവിടുന്ന് എനിക്ക് ഈ ടെക്സ്റ്റ് വേണ്ട, വേറൊരു ടെക്സ്റ്റാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടോ, ടെക്സ്റ്റ് രണ്ട് കഷ്ണങ്ങളായിട്ട് വന്നിട്ടുണ്ട്, രണ്ട് പാർട്ടായിട്ടുണ്ട്. ഐസോന്ത എന്നുള്ള ആ ഒരു പ്രൈസ് എന്നുള്ള ടെക്സ്റ്റ് രണ്ടെണ്ണമായിട്ടുണ്ട്, 1, 2. അപ്പോ ഫസ്റ്റത്തെ ടെക്സ്റ്റ് ഇതാണ്, രണ്ടാമത്തെ ടെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഇതൊരു ട്രാക്കാണ്, ആ ട്രാക്കിൽ രണ്ട് ടെക്സ്റ്റ് ബോക്സുകളുണ്ട്. അപ്പൊ ഈ ടെക്സ്റ്റിലുള്ള വേർഡ്സ് എനിക്കൊന്ന് മാറ്റണം, നേരെ എഡിറ്റിൽ പോവാം. എന്നിട്ട് ഞാൻ എന്താ നോക്കുന്നത്, ജസ്റ്റ് ഞാൻ ഐ ആം ദി വിന്നർ എന്ന് പറയുന്ന രീതിയിൽ ജസ്റ്റ് ഒരു വേർഡ് കൊടുത്തു. എന്നിട്ട് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ഒന്നും മാറ്റുന്നില്ല, സെയിം തന്നെ മതി.
ഇപ്പൊ നിങ്ങൾ നോക്കുക, തൊട്ട് ഇവിടെ വരുന്ന സമയത്ത് ഐസ് ഓൺ ദ പ്രൈസ് അല്ലെ, അതായത് ഇത് ഐസ് ഓൺ ദ പ്രൈസ് ആണ്. ഈ രണ്ടാമത്തെ ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റിൽ വരുന്ന ഐ ആം ദ വിന്നർ എന്നുള്ള. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ടെക്സ്റ്റുകളാക്കി നിങ്ങൾക്ക് വരാൻ പറ്റും. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് എത്താനായപ്പോൾ ആ കുട്ടി വിൻ ചെയ്തു, അപ്പോൾ ഐ ആം ദ വിന്നർ എന്ന് പറയുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് മുകളിലും ഇതുപോലെ തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് എവിടെ വേണോ, ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ആ സ്പ്ലിറ്റ് സെലക്ട് ചെയ്ത് താഴെ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾക്കത് കട്ടായി പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അപ്പോൾ കട്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മുകളിലുള്ള ടെക്സ്റ്റും കട്ടായി. ഈ ടെക്സ്റ്റിന് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വേണ്ട, വൺ ലെങ്ത്തിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് കണ്ടോ, ലെഫ്റ്റിലേക്ക്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റുമായിട്ടുള്ള കളികളൊക്കെ ചെയ്യാൻ പറ്റുക. ഇനി ഒരുപാടുണ്ട്, അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമ്മുടെ മ്യൂസിക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ വോളിയം കുറയ്ക്കാൻ അറിയാം, ഇതും മ്യൂസിക്കും ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് ഇത്ര വരെ ഒരു മ്യൂസിക്കാണ് വേണ്ടത്, ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു മ്യൂസിക് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, പുതിയ മ്യൂസിക് സെലക്ട് ചെയ്യാം. നോക്കാം, ഒന്ന് ട്രൈ നോക്കാം. യെസ്, ഞാൻ അപ്പോൾ പുതിയ ഒരു ഓഡിയോ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മ്യൂസിക്കുകൾ എടുക്കാം, ടെക്സ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ടെക്സ്റ്റ് നമുക്ക് വീഡിയോയും സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇതിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് മ്യൂസിക്കിൽ തന്നെ മറ്റു ഓപ്ഷൻസ് നോക്കാം. ഫെയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വോയിസ് ഡെക്കിംഗ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ബീറ്റ്സ് ഉണ്ട്, റീപ്ലേസ്, കോപ്പി, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. സ്പ്ലിറ്റ് ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാം ഒക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വീഡിയോയിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള, സ്പ്ലിറ്റ് ഉണ്ട്, വോളി ഉണ്ട്, വീഡിയോന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും നമുക്കിപ്പോൾ. ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കി ഉണ്ടാവും. കണ്ടോ, വീഡിയോ ഒന്നും കൂടി സ്പീഡാവും. ഓക്കെ, ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് തന്നെ ഇതുപോലെ റിവേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ, ടെക്സ്റ്റ് ഒക്കെ ഒന്ന് പഴയ രീതിയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. അപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എഫക്റ്റ് ആണ് വരുന്നത്. എഫക്റ്റിന്റെ പ്രത്യേകത, ഓക്കെ, എഫക്റ്റ് നിങ്ങൾ നോക്കുക. ഞാൻ എഫക്റ്റിൽ പോകുന്ന സമയത്ത് അവിടെ കുറേ ബോക്സുകൾ കാണാം. അതിൽ ഏതെങ്കിലും ബോക്സുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോന്റെ ഇതിലെന്ത് ചെയ്യും, കുറേ എഫക്റ്റുകൾ വരും. ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഓരോ എഫക്റ്റുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആംപ്ലിഫൈ എന്ന് പറയുന്ന ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ആംപ്ലിഫൈ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇറക്കി ടെക്സ്റ്റിന്റെ ഒരു അലൈൻമെന്റ് മാറുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് നോക്കിക്കോട്ടോ, ആ ഒരു ബോയ് ഇങ്ങനെ ഒന്നുകൂടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു എഫക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ബോയുടെ കൈകളൊക്കെ ഒരു ഡബിൾ എഫക്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എഫക്റ്റ് വേണോ വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എഫക്റ്റിൽ പോയിട്ട് ആ എഫക്റ്റ്
നണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ കളേഴ്സിലൊക്കെ ഒരുപാട് മാറ്റം, ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാൻ പറ്റും, ബ്രൈറ്റ്നസ് കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കോൺട്രാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ടൈം കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ട്. പിന്നെ ഹൈലൈറ്റ് കൊടുക്കുക. അതുപോലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ ലൈറ്റ് മാറുന്ന കണ്ടില്ലേ, അതുപോലെ ഷാഡോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, വൈബ്രൻസ്, എക്സ്പോസർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ്. ഇതൊക്കെ നമ്മളുടെ പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല, നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മേജർ ആയിട്ടുള്ള എഡിറ്റിങ്സ് ഒന്നും വരുത്തിയില്ല, ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് ജസ്റ്റ് ടിക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണ്, പിന്നെ ഫിൽറ്ററാണ്. ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോയിൽ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോന്റെ കളറിങ് മാറ്റുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മറ്റേ നമ്മൾ മാനുവലായിട്ട് ചെയ്യും അഡ്ജസ്റ്റിൽ. ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരുപാട് ഫിൽറ്ററിങ് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും, നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് എടുക്കാം. ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ട് ഫിൽറ്ററായിട്ട്. പിന്നെ കട്ടൗട്ട് വരുന്നുണ്ട്. കട്ടൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി, നമുക്ക് വേണ്ടതിനനുസരിച്ച്. കാരണം എല്ലാതും യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, അതൊക്കെ ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന സമയത്ത് ക്രോപ്പാണ്. നമുക്ക് എന്തെങ്കിലും ക്രോപ്പ് ചെയ്യണമെങ്കിലോ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു വോയിസ് എൻഹാൻസ് ഉണ്ട്. ഈ വോയിസ് എൻഹാൻസ് എന്ന് പറയുന്നത് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്രോപ്പ് ഉണ്ട്, ട്രാൻസ്ഫോം, മിറർ, ഓവർലേ. ഈ ഓവർലേ എന്ന് പറയുന്നത് ഒരു വീഡിയോന്റെ കൂടെ വേറൊരു വീഡിയോ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവർലേ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓവർലേ ക്ലിക്ക് ചെയ്തു. ഓവർലേ എനിക്ക് തോന്നുന്നു ഇതിൽ സപ്പോർട്ട് ആവില്ല, കറന്റ്ലി സപ്പോർട്ട് ആവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ചെയ്യേണ്ട വേറെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിലിങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നോർമലി ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടെക്സ്റ്റും ഒക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് നമുക്ക് വേറൊരു കാര്യമാണ്, ഇപ്പം നമ്മളിവിടെ ഒരു 16 സെക്കൻഡിൻ്റെ വീഡിയോ അല്ലേ, ഇനി എങ്ങനെ ഇതിൽ കൂടുതൽ വീഡിയോസ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ വീഡിയോ എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ആ കുട്ടിയുടെ രണ്ടാമത് സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയും കൂടി ഇവിടെ അപ്ലോഡ് ആയല്ലേ. അപ്പോൾ 2 ക്ലിപ്പുകളാണല്ലോ, 1, 2. ഇതുപോലെ നമുക്ക് ഇനിയും ക്ലിപ്പുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, പ്ലസ്സിൽ പോവുക. ഇങ്ങനെ നമ്മുടെ അടുത്തൊരു 5 6 ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ സെയിം ക്ലിപ്പ് തന്നെ ഒരു 3 തവണ അപ്ലോഡ് ചെയ്തു. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ 3 തവണ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 3 പ്രാവശ്യം അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. 1 2 3 ഒരുമിച്ച് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെക്സ്റ്റ് അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മൂവ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് എല്ലാത്തിനും ഈക്വലായിട്ട് കിട്ടും. അപ്പോൾ ഈ ടെക്സ്റ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്താൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. യെസ്, ബാക്കിയുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത്ര മതി എന്നുണ്ടെങ്കിൽ അത്ര മതി. ഇപ്പം ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതുവരെ കാണിക്കും, അത് കഴിഞ്ഞ് കാണില്ല. ഇപ്പൊ കണ്ടില്ലേ, അത് കുറച്ച് ഫ്രണ്ടിലേക്ക് വീഡിയോ പ്ലേ ചെയ്തപ്പോൾ താഴെയുള്ള ടെക്സ്റ്റ് പോയി. കാരണം ഈ ഒരു യെല്ലോ ലൈന് വരെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലെങ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കാണാത്തത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അല്ലേ, ഡയമണ്ട് റീൽ എഡിറ്റിംഗ് വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ, വോയിസ് എങ്ങനെ കട്ട് ചെയ്യുന്നത്, നോയ്സ് എങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് വളരെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഡെയിലി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ലെവലിലേക്ക് വരിക.
ഓക്കെ, മാക്സിമം ഒരുപാട് എഫക്റ്റും കാര്യങ്ങളും കൊടുക്കണ്ട. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് കൂടുതലും റിയൽ വീഡിയോസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹൈ എഡിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം.